എന്തിനാ പിന്നെ എൻ്റെ പുറകെ വരുന്നേ? ഇന്നലെ ഒന്നും മിണ്ടാതെ പോയതല്ലേ? ഇങ്ങനെയൊക്കെ ഷോക്ക് തന്നാ പിന്നെ ഞാൻ എന്തു പറയാനാ? എന്നിട്ടിപ്പോൾ ഷോക്ക് മാറിയോ? ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാനാ തീരുമാനം. ഇരുട്ടില് എൻ്റെ ഈ മുഖം നല്ലോണം കണ്ടില്ല അല്ലേ? ശരിക്കും കണ്ടതുകൊണ്ടാണല്ലോ ഈ തീരുമാനം എടുത്തത്. നീ ഈ ജോലി വേണ്ടെന്ന് വെക്കേ, നമുക്ക് കല്യാണം കഴിക്കാം. പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. കല്യാണോ? നീ ആരാന്ന് നിന്റെ വിചാരം? വലിയൊരാള് വന്നേക്കുന്നു ജീവിതം തരാനായിട്ട്. എടോ പോയി പല നല്ല പെണ്ണിനെയും കെട്ടി ജീവിക്കാൻ നോക്ക്. നീ എന്തു പറഞ്ഞാലും വേണ്ടില്ല. എനിക്ക് നല്ലതും ചീത്തയൊന്നും അറിയില്ല. എൻ്റെ മനസ്സിന് ശരിയാണെന്ന് തോന്നി ഞാൻ പറഞ്ഞു. എന്തൊക്കെയാടോ ഈ പറയുന്നേ? ഇന്നലെ എൻ്റെ ഈ മുഖം കണ്ടതല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ കല്യാണം കഴിക്കണം. മുഖമല്ല, കണ്ണ്. നിന്റെ ഈ കണ്ണ് കണ്ടിട്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു. ഓ, അന്ന് രാത്രി ഈ കണ്ണ് തന്നെയല്ലേ കണ്ടത്? പക്ഷെ അവിടെ ആയിരുന്നോണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? പ്രേമിക്കാൻ നടക്കുന്നു. ശരി, എനിക്ക് നിന്നെ മനസ്സിലായില്ല. പക്ഷെ നിന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത് അറിഞ്ഞിട്ടും അവളോട് പോയി പറയാന്ന് പറഞ്ഞതാരാ? നിന്റെ പ്രേമം ദിവ്യമാണ്, തേങ്ങാക്കൊലയാന്നൊക്കെ പറഞ്ഞതാരാ? എടോ, ഇതുവരെ എല്ലാരും എൻ്റെ കൂടെ കിടക്കുമെന്ന് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ പ്രേമിച്ചോട്ടെ എന്നൊന്നും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാളോട് എന്നെ പ്രേമിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. എന്താ, കൊള്ളാവോ? കൊള്ളാം. അപ്പൊ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ പറ, എങ്ങനെ കല്യാണം കഴിക്കാവോ? ഓക്കെ, പക്ഷെ ധൃതി പിടിക്കരുത്. ഓക്കെ. ആദ്യം എനിക്ക് നിന്നെക്കുറിച്ച് വിശ്വാസം വരണ്ടേ? കുറച്ചു ദിവസം നമുക്കൊന്ന് അടുത്തിടപഴകി നോക്കാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ അതുവരെ ഞാൻ എൻ്റെ ജോലി നിർത്തില്ല. അതെന്താ? കല്യാണമൊക്കെ കഴിഞ്ഞ് ആവേശമൊക്കെ കഴിയുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാലം പറഞ്ഞ നീ എന്നെ കുത്തി നോക്കിയതിൽ എന്താ ഉറപ്പ്? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻ കൂടിയുണ്ട്. എന്ത് കണ്ടീഷൻ? എല്ലാ ദിവസവും ഞാൻ ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. എന്നെ അവിടെ കൊണ്ടുവിടണം. ഞാനോ? ആ, നീ തന്നെ. പിന്നെ അന്ന് രാത്രി വന്ന നിന്റെ കൂട്ടുകാരില്ലേ, അവരുടെ അടുത്ത് എന്നെ കൊണ്ടുപോയി എന്നെ പ്രേമിക്കുന്ന കാര്യം പറയാം. അവരോടോ? അതെ, പ്രേമിക്കുന്ന കാര്യം പോലും പറയാൻ വയ്യെങ്കിൽ പിന്നെ ഇയാളെന്നെ കല്യാണം കഴിക്കുന്ന എന്താ ഉറപ്പ്? മനസ്സിലായി. അടുത്ത കണ്ടീഷൻ? പിന്നെ ഒന്ന് രണ്ട് ആഗ്രഹങ്ങൾ കൂടി ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഓക്കെ? ഓക്കെ. അപ്പൊ നാളെ കാണാം. ഒരു 6 മണിയാകുമ്പോൾ ഇവിടുത്തെ എന്നെ കൊണ്ടുവിടാനുള്ളതല്ലേ? ശരി. ഒരു മിനിറ്റ്. അയ്യോ, ഐ ലവ് യു. ശരി. വൈകിട്ട് നടക്കുന്ന ആടൻ കലാകാരൻ ബംഗാളിയാണ്. നടന കലാകാരൻ വേണ്ട കൊള്ളില്ല. വേറെ നോക്ക്. ആ, ഇത് മതി. നല്ല രസമുണ്ട്. അച്ഛാ, ഇത് മതി. എനിക്കിത് മതി. അല്ലെങ്കിൽ ഒരു ഷർട്ടും വേണ്ട. എനിക്കിഷ്ടായി.
രാമേന്ദ്ര, ഈ എരത്താവൂർ അമ്പലം എവിടെയാണ്? എനിക്ക് അവിടം വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എരത്താവൂര് മാഡത്തിനോട് ബസ്സുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ പോണ കാര്യമാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെയാണെങ്കിൽ രാവിലെ പോണം. ബസ്സിനാകുമ്പോൾ 1 മണിക്കൂർ മതി. പക്ഷെ ഇറങ്ങിയിട്ട് 10 പടി കയറണം. അല്ലെ പിന്നെ മുക്കുമ്പഴ വഴി ഷോർട്ട് കട്ട് എടുത്ത് പോകണം. അങ്ങനെ മതിയോ? പടി കയറി പോവാനാണ് നേർച്ച. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവാം. എന്നാൽ അടുത്ത സൺഡേ പോയാലോ? എന്നാ പോവാ. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഗണപതി ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് പുഷ്പം സമർപ്പിക്കാം. എന്തൊക്കെ ചെയ്തിട്ടും ജാനകി എന്നോട് സംസാരിക്കണില്ല. ജാനകിയെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്നോടൊന്ന് സംസാരിപ്പിക്കണേ ഭഗവാനെ. ഭഗവാനെ, ഞാൻ എല്ലാം പണയം വെച്ചിട്ട് ഇതിനിറങ്ങുന്നത്. എല്ലാം നല്ല രീതിയിൽ നടത്തി തരണേ. എന്തോന്ന് ഷർട്ടടിക്കുന്നത്? ഇത് എന്ത് കളറാടാ? പെൺപിള്ളേരുടെ പോലെ. അതാ എല്ലാരും നിന്നെ നോക്കി ചിരിക്കണേ. ഇതേ ജാനകിക്ക് ഇഷ്ടപ്പെട്ട കളറാ. അതാ ഞാൻ ഈ ഷർട്ട് വാങ്ങിച്ചു. ഈ പോങ്ങന്റെ ഒക്കെ ഒരു കാര്യം. ഇതെന്ത് ഷർട്ടാണ്? ഓ, നിന്റെ കൂടെ നടക്കാൻ തന്നെ നാണാവും. ആ അത് തന്നെ. ഓ ശരി. രാമുവിന്റെ ഷർട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കളറ്. കണ്ടോടാ, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. എടി, ഇത് പെൺകുട്ടികളുടെ നിറമല്ലേ? അല്ല എടാ, ഇതെങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. വീട്ടിലുണ്ടായതാ ജാനകി? ഇന്ന് വീട്ടിലൊരു പൂജ ഉണ്ടായിരുന്നു, അതിന്റെ പ്രസാദം. താങ്ക്സ് രാമു. എവിടെ ദുഷ്ടോ? നമുക്കിടെ എന്തിനാ താങ്ക്സ് ഒക്കെ ജാനകി? ഉണ്ണിയപ്പൻ നന്നായിട്ടുണ്ട്. പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് പാട്ട് മത്സരത്തിന് പേര് കൊടുക്കാത്ത എന്താ? എടാ, അതെനിക്ക് ഒരു പാട്ട് പോലും മുഴുവനായിട്ട് അറിയില്ല, അതാ. അന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ പാടിയ പാട്ടോ? അത് ടീച്ചർ നിർബന്ധിച്ചുകൊണ്ട് പാടിയതല്ലേ, അതും മുഴുവനായിട്ട് അറിയില്ല. ഓ, പഠിച്ചാ പോരെ? ഞാൻ പലതവണ ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ വീട്ടിൽ പാട്ട് കേൾക്കാനിരുന്ന അച്ഛൻ ചീത്ത പറയും. കുട്ടികളൊന്നും സിനിമാ പാട്ട് കേൾക്കാൻ പാടില്ലെന്നാ അച്ഛൻ പറയണേ. പാട്ടിന്റെ വരി കിട്ടിയാ പാടുവോ? ലൈൻസ് കിട്ടിയാ ഞാൻ ഉറപ്പായും പാടും.